ഹെവൻലി മെലോഡീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്നേഹം നിറഞ്ഞവരെ, ഒരു പാട്ട് അത് ഈശോയുടെ പാട്ടായി മാറുന്ന എപ്പോഴാണ്? ഒരു വ്യക്തി വരികൾ എഴുതുന്നു, ഒരു വ്യക്തി മ്യൂസിക് കൊടുക്കുന്നു, ചിലപ്പോൾ മറ്റൊരു വ്യക്തിയായിരിക്കും ഓർക്കസ്ട്രേഷൻ ചെയ്യുന്നത്. ഇത് ഈശോയുടെ പാട്ടാകുന്ന എപ്പോഴാണ്? ആ വരി എഴുതുമ്പോൾ അല്ലെങ്കിൽ പാട്ട് പാടുമ്പോൾ ഓർക്കസ്ട്രേഷൻ ചെയ്യുമ്പോഴൊക്കെ പ്രാർത്ഥിച്ച് ചെയ്യുമ്പോഴാണ് ആ പാട്ട് സ്വർഗം ഏറ്റെടുക്കുന്നത്, ആ പാട്ട് ഈശോയുടെ പാട്ടായിട്ട് മാറുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ ഒരു അനുഗ്രഹീത ഗായികയാണ്. സിസ്റ്ററിൻ്റെ പ്രത്യേകം ഒരുപാട് നിരവധി പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട്. പക്ഷെ പ്രാർത്ഥിച്ചാണ് എല്ലാ പാട്ടും പാടുക. ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം സിസ്റ്റർ ലിസ SKD. സ്വാഗതം സിസ്റ്റർ. താങ്ക് യു. സുഖമാണോ? സുഖമായിരിക്കുന്നു. ഒരുപാട് പാട്ടുകൾ കേട്ടിട്ടുണ്ട്. സിസ്റ്ററിൻ്റെ പാട്ടുകൾ, സിസ്റ്റർ എഴുതിയ പാട്ടുകൾ, മ്യൂസിക് കൊടുത്ത പാട്ടുകൾ, സിസ്റ്റർ പാടിയതെല്ലാം കേട്ടിട്ടുണ്ട്. ഈ എപ്പിസോഡിന് ആരംഭത്തിൽ സിസ്റ്ററിൻ്റെ ഒരു പാട്ട് പാടി തന്നെ നമുക്ക് എപ്പിസോഡ് ആരംഭിക്കാം. ഓക്കെ, പാടാം. ഈശോ നമ്മെ തിരഞ്ഞിറങ്ങും സ്വർഗീയ നിമിഷമീതല്ലോ. തിരുവോസ്തിയായി ഉള്ളിൽ വസിക്കാൻ താണു വരുന്നൊരു സമയം. ഈശോ നമ്മെ തിരഞ്ഞിറങ്ങും സ്വർഗീയ നിമിഷമീതല്ലോ. തിരുവോസ്തിയായി ഉള്ളിൽ വസിക്കാൻ താണു വരുന്നൊരു സമയം. ജീവൻ വിരുന്നായി നൽകുന്ന ദൈവം നീ മാത്രമാണെന്റെ നാഥ. സ്നേഹം വിളമ്പി ഈയിടെയെന്നെ പരിപൂർണയാക്കുന്ന നാഥ. പുതിയണമെന്റെ ഈ കൊച്ചു ജന്മം ദിവ്യകാരുണ്യത്തിൻ ചിറകിൽ. പുതിയണമെന്റെ ഈ കൊച്ചു ജന്മം ദിവ്യകാരുണ്യത്തിൻ ചിറകിൽ. നീയൻ ജീവന്റെ ആധാരമെന്നും.
ഈശോ നമ്മെ തിരഞ്ഞിറങ്ങും സ്വർഗീയ നിമിഷമീതല്ലോ. തിരുവോസ്തിയായി ഉള്ളിൽ വസിക്കാൻ താണു വരുന്നൊരു സമയം. പാവായേശുവേ എന്നു പാടി ഹൃദയത്തിൽ നാഥനെ സ്വീകരിക്കാം. പാവായേശുവേ എന്നു പാടി ഹൃദയത്തിൽ നാഥനെ സ്വീകരിക്കാം. വലിയൊരു അനുഭവം, കുർബാന സ്വീകരിച്ച് കഴിഞ്ഞുള്ള അനുഭവം. നല്ലൊരു കുർബാന സ്വീകരണ ഗാനം അല്ലേ അതെ. ഈ പാട്ട്? കുറച്ച് പഴയ പാട്ട് ആണെന്ന് തോന്നുന്നു. ഇത് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തെങ്കിലും ഉണ്ടോ സിസ്റ്റർ? കാരണം ഞാനിത് അത്ര കേട്ടിട്ടില്ല, പക്ഷെ നല്ല ഒന്ന് ലയിച്ചിരുന്നപ്പോൾ സൂപ്പർ പാട്ട്. ഞാൻ ഈ അച്ഛന്മാരുടെ ഓർഡിനേഷനൊക്കെ കുർബാന സ്വീകരണത്തിന് പാടുന്നൊരു പാട്ടാണിത്. അപ്പോൾ എല്ലാവരും നല്ല പാട്ടാണ് എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ അർത്ഥം ഞാൻ ഒത്തിരി ശ്രദ്ധിച്ചു. അതെ. അവസാനം സ്വർഗത്തിലേക്ക് എത്താനുള്ള ഒരു വഴിയാണ്, ദിവ്യപാഥേയമാണ് ദിവ്യകാരുണ്യം. ആ ദിവ്യകാരുണ്യം ഹൃദയത്തിലുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം ധന്യമാകൂ എന്ന് ഈ ഗാനത്തിലൂടെ എനിക്ക് മനസ്സിലാകാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പാട്ട് പാടാനായിട്ട് തിരഞ്ഞെടുത്തത്. ഈ 2 വർഷം കൊറോണ കാലഘട്ടമായിരുന്നു. അപ്പോൾ ഓൺലൈൻ വഴിയായിട്ടായിരുന്നു ക്ലാസ്സുകളെല്ലാം നടന്നിരുന്നത്. അപ്പോൾ ഓരോ രൂപതയിൽ നിന്നും ഒരു ക്ലാസ് എന്ന് സീറോ മലബാർ സഭ പറഞ്ഞിരുന്നു. അപ്പോൾ 1-ാം ക്ലാസ് മാനന്തവാടി രൂപതയ്ക്കാണ് കിട്ടിയത്. അപ്പോൾ ഞാനിങ്ങനെ അതിശയപ്പെട്ട് നിന്നു. കാരണം ഞാൻ TTC ഒന്നും പഠിച്ചിട്ടില്ല, B.Ed പഠിച്ചിട്ടില്ല. ഞങ്ങളുടെ രൂപതയിലേക്ക് ഒത്തിരിയേറെ പേര് TTC കഴിഞ്ഞവരുണ്ട്, B.Ed കഴിഞ്ഞവരുണ്ട്, ഒത്തിരിയേറെ ടീച്ചേഴ്സുണ്ട്, ഒത്തിരി നന്നായി പഠിപ്പിക്കുന്നവരുണ്ട്. പക്ഷേ എന്തുകൊണ്ട് എൻ്റെ ദൈവം എന്നെ തിരഞ്ഞെടുത്തു എന്ന് ഞാൻ ഒത്തിരി ചിന്തിച്ചു. കാട്ടുതുരുത്തി അച്ഛൻ, മുൻ രൂപത ഡയറക്ടറാണ് എന്നെ അതിന് വിളിച്ചത്. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ അതിനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അതിന് മുമ്പത്തെ വർഷം, ആദ്യത്തെ വർഷം 1-ാം ക്ലാസ് സീറോ മലബാർ സഭ മൊത്തത്തിൽ ഞാനായിരുന്നു എടുത്തത്. ഞാൻ എന്ന് പറയുമ്പോൾ അഹങ്കാരമായിട്ട് കാണരുത്, ദൈവാനുഗ്രഹമായിട്ട് കാണുന്നു. കാക്കനാട് നിന്ന് വേൾഡ് കാറ്റക്കിസം ഡയറക്ടർ ഫാദർ തോമസ് മേൽവട്ടത്തിലച്ഛനാണ് എന്നെ കാക്കനാട് നിന്ന് വിളിച്ചത്. എന്നിട്ട് പറഞ്ഞു, ക്ലാസ് ഇങ്ങനെ എടുക്കാവോ എന്ന് ചോദിച്ചു. കാരണം നമുക്ക് എവിടെയും പോയി എടുക്കാൻ പറ്റത്തില്ല, കൊറോണ ആകുമ്പോൾ എങ്ങോട്ടും പോകത്തില്ലല്ലോ. അപ്പോൾ മാനന്തവാടി രൂപതയിൽ തന്നെ ഫാദർ മനോജ് കാക്കോനാൽ അച്ഛൻ പറഞ്ഞു, ഇവിടെ ഒരു മീഡിയ സെൻ്റർ ഉണ്ട്, ഇവിടെ വന്നിട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. കാരണം അതുവരെയും എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ട് സിസ്റ്ററിന്റെ ടോക്കും എല്ലാം ഇങ്ങനെ. അതുകൊണ്ടാണ്, കാരണം ഇത് ഓൺലൈൻ ആകുമ്പോൾ പിള്ളേർ ശ്രദ്ധിക്കണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ലൈവ് ക്ലാസ് നമുക്ക് പിള്ളേരെ നമുക്ക് ഒതുക്കിയിരുത്താം. പക്ഷെ അല്ലാതെ നമ്മൾ ഓൺലൈന് TV-യിൽ നമ്മളിങ്ങനെ കാണുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് പിള്ളേർക്ക് ഇങ്ങനെ. അപ്പോൾ അതനുസരിച്ച് ഒരു എക്സ്പ്രഷൻ കൊടുക്കുന്ന രീതിയിൽ ഭംഗിയായിട്ട് പഠിപ്പിക്കാനും പറ്റണം. എന്താണോ അച്ഛൻ അങ്ങനെ പറഞ്ഞു, പിന്നെ അത് എടുത്ത് അയച്ചു കൊടുത്തു. ഒത്തിരിയേറെ കുട്ടികൾ ആ ക്ലാസ് കാണുന്നുണ്ടായിരുന്നു. UK-ന്ന്, ജർമ്മനിയിൽ നിന്ന്, ദോഹ, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും കുട്ടികളുടെ പേരൻസ് എന്നെ വിളിച്ചിട്ടുണ്ട്. കുട്ടികൾ സിസ്റ്ററിൻ്റെ ക്ലാസ് കാണുമ്പോൾ ഒത്തിരി ശ്രദ്ധയോട് കൂടിയായിരിക്കുന്നത്. എന്നിട്ട് അവർ കുഞ്ഞുങ്ങൾ കാണുന്ന ഫോട്ടോ എടുത്തിടും. കാരണം എന്നെ വന്ന് തൊട്ട് നോക്കിയാണ്. TV-യിൽ നമ്മളിങ്ങനെ കാണുമ്പോൾ അവർ തൊട്ട് നോക്കുന്നു, സ്തുതി ചെല്ലുന്നു, അങ്ങനെയുള്ള കുറേ ഫോട്ടോസ് അവരെനിക്ക് എടുത്ത് അയച്ചു തരും. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഈ 2 വർഷക്കാലം 1-ാം ക്ലാസ്സിൻ്റെ ക്ലാസ് ഞാൻ എടുത്തു. ഓൾ ഇന്ത്യ തലത്തിൽ കാക്കനാട് വെച്ച് ഈ ക്ലാസ് എടുത്ത എല്ലാവരെയും, 12 ക്ലാസ് എടുത്ത എല്ലാവരെയും കൂടി ആലഞ്ചേരി പിതാവ് എല്ലാവരും വിളിച്ചു കൂട്ടിയിരുന്നു. അപ്പോൾ അവിടെ ഒരു സോളോ പാട്ട് ഞാൻ പാടി, അലകടലും കുളിരല എന്നുള്ള പാട്ട് പാടിയിരുന്നു. അതിനുശേഷം കുറേ മീറ്റിംഗ് ഉണ്ട്. ഗുഡ്നെസ്സിൻ്റെ ആൾക്കാരുണ്ട്, ഷാരോമിൽ നിന്നുണ്ടായിരുന്നു, പിന്നെ ഒരു ചാനലും കൂടെ ഉണ്ട്, ഷെക്കീന. ഈ 3 ചാനലിൽ എല്ലാവരും സ്റ്റേജിൽ പ്രധാനപ്പെട്ട മെത്രാന്മാരെല്ലാവരും ഉണ്ട്. അപ്പോൾ ആലഞ്ചേരി പിതാവ് ഇടയ്ക്ക് കുറേ പ്രസംഗങ്ങൾ കഴിഞ്ഞപ്പോൾ പറയാണ്, ഈ വേദിയിൽ വെച്ച് ഒരാൾക്ക് ഞാൻ സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ മനസ്സിൽ കൂടി അങ്ങനെ ഒരു ചിന്തയേ ഇല്ല, എനിക്ക് തരുമെന്നോ എന്നെ പിടിക്കുമെന്ന് ചിന്തിച്ചില്ല. കുറേ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പിതാവ് പറയാണ്, അത് ആരുമല്ല, മാനന്തവാടി രൂപതയിൽ നിന്ന് വന്ന സിസ്റ്റർ ലിസായാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, വേദിയിലിരുന്നവരെല്ലാവരും കൈയടിച്ചു. എനിക്ക് തന്നെ അത്ഭുതം, എന്തിനാണ് പിതാവ് എനിക്ക് തന്നത് എന്ന്. പിന്നെ എന്നെ സ്റ്റേജിലേക്ക് വിളിച്ചു. ഞാൻ കയറി ചെന്നു. അപ്പോൾ പിതാവിനോട് പറയുകയാണ്, 300ഓളം പട്ടങ്ങൾക്ക് പാട്ട് പാടി വളരെ മനോഹരമായി 1-ാം ക്ലാസ്സിലെ ക്ലാസ്സുകളൊക്കെ എടുത്ത് ഒത്തിരി പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിതാവിന് വരെ അറിയാം അതാണ്. എന്നിട്ട് പിന്നെ പിതാവ് എന്നോട് പറഞ്ഞു, പിന്നെ ഇതെനിക്ക് മാർപ്പാപ്പ തന്നൊരു സമ്മാനമാണ്, ആ സമ്മാനം ഞാൻ സിസ്റ്ററിന് തരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ആ വേദിയിൽ വെച്ചൊരു സമ്മാനം തന്നു.
ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു അനുഗ്രഹമായിരിക്കും അല്ലേ ആ ഒരു ഗിഫ്റ്റ്. ഈ ഭൂമിയിൽ വെച്ച് നോക്കുമ്പോൾ ലഭിക്കാവുന്ന ഏറ്റവും വലുത് അതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതൊരു വലിയ അംഗീകാരമാണ്. ആളുകളുടെ ഇടയിൽ ദൈവം അംഗീകരിച്ചതിനെ ആളുകളും എല്ലാവരും കൂടി അംഗീകരിക്കുന്ന ഒരു സമ്മാനമായിട്ട്, സ്വർഗത്തിൻ്റെ സമ്മാനമായിട്ട് കണക്കാക്കിയാൽ മതി. ഒരു റിക്വസ്റ്റ് കൂടിയുള്ളൂ, അത് മറ്റൊന്നുമല്ല. സിസ്റ്റർ ഇനിയിപ്പോൾ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് 1ാം ക്ലാസ്സിന് ഓൺലൈൻ ആയിക്കോട്ടെ എന്തും ആയിക്കൊള്ളട്ടെ, എൻഡ് ചെയ്തതിന് മുമ്പൊക്കെ ഒരു 4 പാട്ടൊക്കെ എപ്പോഴും പാടിക്കണം എല്ലാ ക്ലാസ്സിലും. കാരണം അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈശോയെ കൊടുക്കാൻ പറ്റുന്നത്. എൻ്റെ ക്ലാസ്സുകളിലുടനീളം കുട്ടികൾക്ക് താല്പര്യമുള്ള പോലെ ചെറിയ ചെറിയ ആക്ഷൻ സോങ്ങുകൾ, കൊച്ചു കൊച്ചു പാട്ടുകൾ എല്ലാം കൂടി കൂട്ടിച്ചേർത്തുള്ള ക്ലാസ്സാണ്. ക്ലാസ് കണ്ടിട്ട് തന്നെ ദോഹയിൽ നിന്ന് വിളിച്ചിരുന്നു, ഏഞ്ചൽ മീറ്റിനുള്ള കുട്ടികൾക്കൊരു ക്ലാസ് കൊടുക്കാവോ എന്നൊക്കെ ചോദിച്ചു. ഓൺലൈൻ അങ്ങനെ ക്ലാസ് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, ദൈവാനുഗ്രഹം, തീർച്ചയായും എൻ്റെ കഴിവുകളല്ല, അത് ദൈവം നൽകുന്ന അനുഗ്രഹം സിസ്റ്റർ ഉപയോഗിക്കുന്നു, അത് ഈശോയ്ക്ക് വേണ്ടി തിരിച്ചു നൽകുന്നു. അതാണ് ദൈവം ഏറ്റവും കൂടുതൽ സിസ്റ്ററിനെ സ്നേഹിക്കാനും ഈ ശബ്ദം നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം സിസ്റ്ററിൻ്റെ പരിശ്രമവും ദൈവത്തിൻ്റെ അനുഗ്രഹവും കൂടിയാണ്. സിസ്റ്റർ ഒരു പാട്ട് കൂടി ഒന്ന് പാടിയാലോ? തീർച്ചയായും അച്ഛാ. താങ്ക് യു. കർത്താവേ നീ കൂടെ വേണം.
മനസ്സായി മനസ്സരുളീണം. തുറക്കുമ്പോൾ കണി കണ്ടിടാൻ കർത്താവേ കൺമുൻപിൽ വേണം. കഥനം ചൊല്ലുമ്പോൾ കാതോർത്തിരിക്കാൻ കർത്താവേ നീ അരികിൽ വേണം. കാലിടറുമ്പോൾ കരങ്ങളിലേന്താൻ കർത്താവേ നീ കൂടെ വേണം. കർത്താവേ നീ കൂടെ വേണം. കർത്താവേ നീ കൂടെ വേണം. എന്താ ഫീലിംഗ് സിസ്റ്ററെ? ഇതൊരു കൊച്ചുകുട്ടി വന്ന് ഈശോയുടെ മുമ്പിൽ എണീറ്റ് കഴിഞ്ഞിട്ട് വന്ന് ഈശോയുടെ മുമ്പിൽ കൺ തുറക്കുമ്പോൾ കണി കാണാൻ ഈശോയെ നീ കൂടെ വേണം. ഇത് പള്ളിയിലും അങ്ങനെ പാടേണ്ട പാട്ടല്ല അല്ലേ? നമ്മൾ എണീറ്റ് കഴിയുമ്പോൾ എൻ്റെ മനസ്സിലൊരു ആ ഒരു ചിത്രമായിരുന്നു. ഒരു കൊച്ചു എണീറ്റ ഉടനെ ബെഡിൽ നിന്ന് എണീറ്റ ഉടനെ വരുന്നു, രൂപത്തിൻ്റെ മുമ്പിൽ പോയി കൈകൂപ്പി കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈശോയെ കണി കണ്ടുകൊണ്ട് ഈശോയെ നീ എൻ്റെ കൂടെ വരണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജീവിതം ആരംഭിക്കുന്നത്. അപ്പോൾ തന്നെ ജീവിതത്തിൽ എന്തൊക്കെ വന്നാലും സന്തോഷത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ കേരളത്തിൽ നിന്ന് ഇപ്പോൾ കർണാടക ബാംഗ്ലൂർക്കാണ് പോയത്. അതായത് ഒരു 28 വർഷം അല്ലേ? 28 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ ദൈവമേ മാനന്തവാടി ഇങ്ങനെ പാട്ടൊക്കെ പാടി മലയാളമൊക്കെ പറഞ്ഞ് നടക്കുന്നിടത്ത് കന്നഡ ഹിന്ദി എങ്ങനെയായിരിക്കുമെന്നൊക്കെ ചിന്തിച്ചു. പക്ഷേ ഈ പാട്ടിൻ്റെ വരികളൊക്കെ എൻ്റെ മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞാലും ഐ എം വെരി ഹാപ്പിയാണ്. അവിടെ ഞങ്ങൾക്ക് ഹോസ്റ്റലുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവരെല്ലാം IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന മിനിസ്ട്രി. ഒന്ന് പറഞ്ഞോ സിസ്റ്ററെ. ഇപ്പോൾ ഞാനുള്ള സ്ഥലത്തിൽ 4 സിസ്റ്റേഴ്സാണുള്ളത്. പിന്നെ ഞങ്ങൾക്ക് PG അതായത് IT കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്ന യുവതികൾ താമസിക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഒരു 24-25 പേര് നമ്മുടെ ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ട്. പിന്നെ ഡേ കെയർ ജോലിക്കായിട്ട് അമ്മമാർ പോകുമ്പോൾ ആ ഇടവകയിലും അടുത്തുള്ളവരൊക്കെ കുഞ്ഞു മക്കളെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെയുള്ള ജെയിൻ മേരി സിസ്റ്റർ, നീതു സിസ്റ്റർ അവരൊക്കെ കുഞ്ഞുങ്ങളെ നോക്കും. പിന്നെ ഞങ്ങൾക്കൊരു ക്ലിനിക്കുണ്ട്, ഹോമിയോ. സിസ്റ്റർ സിൽവി, ഡോക്ടർ സിസ്റ്റർ സിൽവി, സിസ്റ്റർ മരുന്ന് കൊടുത്താൽ അത് രോഗം കുറഞ്ഞിരിക്കും. അനേകം മക്കൾ സിസ്റ്ററിൻ്റെ അടുത്ത് കടന്നു വരാറുണ്ട്. ഓൺലൈനായിട്ട് കൊറോണ കാലത്തെല്ലാം ഒത്തിരി പേർക്ക് മെഡിസിൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ട്. സിസ്റ്റർ ആ നാട്ടിലെ തന്നെ നല്ലൊരു ഡോക്ടറാണ് സിസ്റ്റർ സിൽവി. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു സുപ്പീരിയറാണ് എൻ്റെ ആ കോൺവെൻറ്റിലെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ മലയാളത്തിൽ നിന്ന് ആ കന്നഡ നാട്ടിലേക്ക് പോകുമ്പോൾ ആദ്യം ഉള്ളിലൊരു ചെറിയ വിഷമം തോന്നി. പക്ഷേ എല്ലാം ഈശോയ്ക്ക് വേണ്ടിയാണ്. ആ ഒരു ചിന്ത മനസ്സിൽ വന്നെന്നറിയുമ്പോൾ പിന്നെ ഒരു അറിയില്ല, ഒരു ടെൻഷനും ഒരു ധൈര്യമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോഴും ഓർക്കുന്നത് ഞങ്ങൾ ബത്തേരിയിൽ കെയർ ഹോമിൻ്റെ ഒരു ധ്യാനം ഹാള് പണിത് അതിന് വെഞ്ചിരിപ്പിന് വേണ്ടി ബിജോയ് അച്ഛനോട് ഞാനിങ്ങനെ സജസ്റ്റ് ചെയ്തു നമുക്ക് സിസ്റ്റം കൂടെ കിട്ടുമായിരുന്നെങ്കിൽ ആ വെഞ്ചിരിപ്പ് നല്ല ഭംഗിയാകാനെന്ന്. വിളിച്ചു നോക്കി. അപ്പോൾ സിസ്റ്റർ എന്തോ തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ആദ്യ സമയം എന്തോ പറഞ്ഞു, പക്ഷെ പിന്നീട് തിരിച്ച് വിളിച്ചിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. സന്തോഷമായി. അതെന്ന് പറഞ്ഞാൽ സൂപ്പർ സംഭവമാണ്. കാരണം എന്താ പറയുക, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ് അന്ന് അച്ഛൻ്റെ കൂടെ പാടാൻ സാധിച്ചു എന്നുള്ളത്. സത്യമായിട്ട് പറഞ്ഞു. അത് ഞാൻ വന്നത് ഈ നവംബർ മാസമായിരുന്നു അല്ലേ? അപ്പം നവംബർ മാസം മൊത്തം ഈ കപ്പൂച്ചിൻ ഫാദേഴ്സിൻ്റെ പട്ടമായിരുന്നു. അപ്പോൾ ഒരു 8-9 എണ്ണം ഞാൻ അതിനകത്ത് പാടാറുണ്ട്. മാനന്തവാടി രൂപതയും തലശ്ശേരി രൂപതയിലും. അന്ന് ആടിക്കൊല്ലിയിൽ പട്ടം ഉണ്ടായിരുന്നു വിളിച്ചു തന്ന്. ആ പട്ടം ഉച്ചയ്ക്ക് കഴിഞ്ഞു. അത് കഴിഞ്ഞാണ് ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ഫംഗ്ഷന് വൈകുന്നേരം 6 മണിക്കത്തെ കുർബാനയ്ക്ക് പാടാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് രാത്രി 8 മണിക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നിങ്ങളുടെ അച്ഛൻ്റെ കൂടെ തന്നെ യാത്ര ചെയ്തിട്ടാണ് തലശ്ശേരി രൂപതയിൽ 2-ാം കടവോ അവിടെ എങ്ങാണ്ട് പേര് മറന്നുപോയി, അവിടെ ഒരു പട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രി 10-10 അവിടെ എത്തി. പിന്നെ രാവിലെ അവിടുത്തെ പാടുകയാണ് ചെയ്തത്. അത് പറഞ്ഞു അതെല്ലാം എനിക്ക് ദൈവം തന്ന ഒരു കൃപ. ഞാൻ ഓർക്കുന്നത് നമുക്ക് ഒരുമിച്ച് പാടാൻ രണ്ടുപേർക്കും എനിക്ക് സിസ്റ്ററിന്റെ കൂടെ പാടാനുള്ളൊരു ഭാഗ്യം കൂടി കിട്ടി. നമുക്ക് ആ ഒരു പാട്ട് ഇടയാ നല്ല ഇടയാ അത് നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ആ പാട്ട് സെലക്ട് ചെയ്തപ്പോൾ. കാരണം ഞാൻ തിരുവനന്തപുരത്ത് മാനസൂരുടെ ഇടയിൽ ഒരു വർഷത്തോളം വർക്ക് ചെയ്തായിരുന്നു, തെരുവിൽ അലിഞ്ഞിരുന്ന മക്കളുടെ ഇടയിൽ. അപ്പോൾ അവിടെ വെച്ച് ഒരു പയ്യൻ പാടിയ പാട്ടാണ് ഇടയാ നല്ല ഇടയാ എന്നുള്ള പാട്ട്. എന്ത് സൂപ്പറായിട്ട് പാടിയെന്ന് അറിയാം. ആ പാട്ട് നമുക്കൊന്ന് പാടിയാലോ? ഞാനും പാടാൻ പരിശ്രമിക്കാം. അയ്യോ അച്ഛൻ നന്നായി പാടുന്ന. നമുക്ക് ആ പാട്ടൊന്ന് പാടിയാലോ? താങ്ക് യു.
ഇടയാ നല്ലിടയാ ഈ വഴി വന്നിടുമോ? ഇടറും മനമായി തളരും എന്നിൽ ജീവനായി വന്നിടുമോ? ഒരു സാന്ത്വനമായി കുളിർക്കാറ്റു പോലെ അണയൂ എന്നിൽ പ്രിയനീശോ. ഇടയാ നല്ലിടയാ ഈ വഴി വന്നിടുമോ? കാലം മനതാരിൽ ഏകിയ ദുഃഖങ്ങൾ നിന്നോട് പങ്കുവയ്ക്കാൻ, ആരും കാണാതെ പോയൊരു നന്മകൾ നിന്നോട് ചേർത്തണയ്ക്കാൻ. ആലം മനതാരിൽ ഏകിയ ദുഃഖങ്ങൾ നിന്നോട് പങ്കുവെക്കാം. ആരും കാണാതെ പോയൊരു നന്മകൾ നിന്നോടു ചേർത്തണക്കാം. മനസ്സിൻ്റെ ഉള്ളിലെ വേദനയെല്ലാം കുരിശോടു ചേർക്കണമേ. ജീവന്റെ നാഥനീശോ. ഇടയാ നല്ലിടയാ ഈ വഴി വന്നിടുമോ? വിങ്ങുമെൻ മനസ്സിൻ്റെ നൊമ്പരമെല്ലാം മുത്തായി മാറ്റിയിടുവാൻ, ജീവൻ വറ്റിയൊരാത്മാവിലിത്തിരി ജീവൻ പകർന്നിടുവാൻ. വിങ്ങുമെൻ മനസ്സിന്റെ നൊമ്പരമെല്ലാം മുത്തായി മാറ്റിയിടുവാൻ, ജീവൻ വറ്റിയൊരാത്മാവിലിത്തിരി ജീവൻ പകർന്നിടുവാൻ. എല്ലാം ക്ഷമിക്കുന്ന സ്നേഹമായി മാറാൻ എന്നെ ഒരുക്കിയിടുമോ? നിനക്കായി തെളിഞ്ഞിടുമോ? ഇടയാ നല്ലിടയാ ഈ വഴി വന്നിടുമോ? ഇടറും മനമായി തളരും എന്നിൽ ജീവനായി വന്നിടുമോ? ഒരു സാന്ത്വനമായി കുളിർക്കാറ്റു പോലെ അണയൂ എന്നിൽ പ്രിയനീശോ. ഇടയാ നല്ലിടയാ ഈ വഴി വന്നിടുമോ? താങ്ക് യു സിസ്റ്റർ. താങ്ക് യു അച്ഛാ. ഒരുപാട് ദൈവാനുഗ്രഹം സിസ്റ്ററിൻ്റെ കൂടെ പാടാൻ സാധിച്ചത്. രണ്ട് കാര്യങ്ങളാണ് എനിക്കും പ്രേക്ഷകർക്കും സിസ്റ്ററിന് പഠിക്കാൻ പറ്റിയത്. ഒന്ന്, ഈ ഈശോയുടെ പാട്ട് പാടുക എന്ന് പറയുന്നതിന് ഉപരിയായിട്ട്
ഈശോയുടെ വചനം പാടുക. ഈ സിസ്റ്റർ അങ്ങനെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. രണ്ടാമത്തെ കാര്യം പ്രാർത്ഥിച്ച് പാടുക, പ്രാർത്ഥനയോട് കൂടി പാടുക. ഈ രണ്ട് മഹത് കാര്യങ്ങൾ വ്യക്തമായിട്ട് ഞങ്ങളെ പഠിപ്പിച്ചതിനാണ് ഞങ്ങൾ സിസ്റ്ററിന് നന്ദി പറയുന്നത്. ഈ സാന്നിധ്യം വളരെ അനുഗ്രഹപ്രദമാക്കി സ്വർഗത്തിൻ്റെ നിമിഷമാക്കി മാറ്റിത്തുന്ന പ്രിയപ്പെട്ട സിസ്റ്ററിന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുകയാണ്. താങ്ക് യു. സമൃദ്ധമായിട്ട് ദൈവം ഇനിയും അനുഗ്രഹിക്കട്ടെ. ഒരുപാട് പേർക്ക് ആശ്വാസമായിട്ട് സിസ്റ്ററിൻ്റെ പാട്ട് മാറട്ടെ. ഹെവൻലി മെലോഡീസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ പുതിയ പാട്ടുകളും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി. കൺ തുറക്കുമ്പോൾ പണി കണ്ടിടാൻ കർത്താവേ കൺമുൻപിൽ വേണം. കൺ തുറക്കുമ്പോൾ പണി കണ്ടിടാൻ